നമസ്കാരം. ഞാൻ അടൂർ നഗരസഭയിലെ 17-ാം വാർഡിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി അടൂർ നഗരസഭയിലെ ഒരു കൗൺസിലറായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം, അനിവാര്യമായ മാറ്റം അടൂർ നഗരസഭയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടൂർ നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. വരുന്ന 25 വർഷക്കാലം ഈ നഗരസഭയുടെ വികസനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് എത്രമാത്രം സ്വന്തം വാർഡുകളിലേക്ക്, നാട്ടിലേക്ക്, നാട്ടുകാർക്ക് ഒക്കെ തന്നെ പ്രയോജനമാകുന്ന ഒരു വികസന രേഖയും ഒരു പദ്ധതിയുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ 25 വർഷക്കാലം നഗരസഭയിൽ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനത്തിൽ സ്വന്തം നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകേണ്ട മാറ്റങ്ങൾ, അവർക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ, നാട്ടിലേക്ക് എത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം സജീവമായ ചർച്ചയിലേക്ക് നമ്മൾ എടുക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡില് കഴിഞ്ഞ 2015 ഞാൻ ഇവിടെ നിന്ന് ജനവിധി ഇടുമ്പോൾ വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഈ വാർഡിലെ ജനങ്ങൾ എനിക്ക് അവരുടെ സമ്മതിദാനാവകാശം നൽകി എന്നെ വിജയിപ്പിച്ചത്. തീർച്ചയായും കടമയും കടപ്പാടും എന്നുള്ളതുപോലെ ഈ വാർഡിലെ ജനങ്ങൾ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു. അന്ന് ഞാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്നും ഈ അവസരത്തിൽ ഞാൻ ഓർത്തുപോവുകയാണ്. തീർച്ചയായിട്ടും ഭവന നിർമ്മാണ പദ്ധതിയിൽ അടൂർ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി, ഈ വാർഡിനെ ഉൾപ്പെടുത്തി ഭവനരഹിതരായ ആൾക്കാർക്ക് അവർക്ക് വേണ്ട കിടപ്പാടങ്ങൾ ഒരുക്കി കൊടുക്കാൻ ആദ്യ പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് വഴിവിളക്കുകളായാലും റോഡുകളായാലും ഒക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ഉപകാരപ്രദമായി ഏറ്റവും കൂടുതൽ അയൽക്കൂട്ടങ്ങൾ ഇവിടെ രൂപീകരിച്ചുകൊണ്ട് താഴെത്തട്ടിലുള്ള ജനങ്ങളെ അയൽക്കൂട്ടങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാവിധമായ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഒരു 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 തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് വീണ്ടും ഈ വാർഡില് നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കുവാൻ വേണ്ട സമയമായിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ ഇവിടെ നിന്ന് മത്സരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 100% ഇവിടെ വിജയം നമുക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി, ഒരു ഗ്രാമം ഒറ്റക്കെട്ടായി വന്ന് വോട്ട് ചെയ്യുന്ന ഒരു ഭീതിയാണ് എനിക്കിവിടെ അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും നഗരസഭയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് നമ്മുടെ വാർഡും അതിന്റെ കൂടെ നിന്നുകൊണ്ട് ആ മാറ്റങ്ങൾ ഏകീകരിക്കാൻ തുടങ്ങുന്ന പ്രയാണത്തില് എല്ലാവരുടെയും നന്മ നിറഞ്ഞ വോട്ട് ആപ്പിൾ ചിഹ്നത്തിൽ നൽകി എന്നെ വിജയിപ്പിക്കാൻ വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്.